10 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ശേഷം നമുക്ക് എന്ത് പണി ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് എല്ലാവരും തയ്യാറായിക്കോളി. നല്ല കോൺഫിഡന്റിലും നിങ്ങളെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയത് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ജോബാണ് പഠിക്കാൻ പോകുന്നത്. ഫാഷനിൽ താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. Shaw Exports Academy. Future fashion starts here. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങൾക്കൊരു വീനെക്കാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോ ട്രെൻഡായി നെക്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായത് വീനെക്കാണ്. അപ്പൊ നമുക്ക് വീനെക്കിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ഇതൊരു ബോഡിയാണ് നിങ്ങൾ സങ്കല്പിച്ചാൽ മതിട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോ നമുക്കിപ്പോ സാധാരണ വരുന്നത് ഒരു 2.25 ഇഞ്ചില് ആയിരിക്കും നോർമൽ ലെവലുള്ള ഒരു ഇതിന്റെ ടൂൾസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കറക്റ്റായിട്ട്. ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തപ്പെടല്ല വന്നത്. അപ്പോ പിന്നെ ഒരു 6 ഇഞ്ച് ചിലർക്ക് ഒരു 6 ഇഞ്ചൊക്കെ ഈ വീനക്കിന്റെ ഇതിടും. മനസ്സിലായി? ഒരു 6 ഇഞ്ച് 2.25 ഇഞ്ച്. അത് നിങ്ങൾ ഏത് സൈസാ വേണ്ട, ചിലർ കൂടുതലിടും, ചിലർ ഇറക്കിയിടും, പല ടൈപ്പിലാണ് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സൈസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ എടുക്കേണ്ട രീതി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളിതാ ഈ ഒരു ലെവലിൽ ഞാൻ സ്കെയിലൊന്നും എടുത്തിട്ടില്ല, ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്. അതൊക്കെ നമ്മൾ റെഡിയാക്കാൻ പറ്റും, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതിന്റെ പോരായ്മകളൊന്നും ആരും നോക്കണ്ട, നമുക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ വീനെക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വീനെക്ക്. അപ്പൊ നമ്മളിതാ ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ നമ്മളെ നെക്ക് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിൽ നമ്മൾ അടിക്കുമ്പോൾ സാധാരണ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോഡി വരും, ഷോൾഡർ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ ഒരു ബോഡി വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഒരു ബോഡി. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോ സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മളെ ആ ബോഡി വരിക, സങ്കല്പിച്ചാൽ മതി. അപ്പൊ കണ്ടില്ല, ഇതേപോലെയാണ് വീനക്ക് വരിക. ഇനി നമ്മള് ഇത് നോർമലായിട്ട് ക്ലോത്തിൽ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പോവാണ് അല്ലെ, നമ്മൾ അതിനാണല്ലോ ഇത് ചെയ്യുന്നത്. നമ്മളിത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മള് പിന്നെ നല്ല ഫിനിഷിങ്ങിൽ കോസ്റ്റ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ഒരു നോർമൽ ലെവലുള്ള ഒരു വീനക്കാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്ലോത്ത് വെക്കും. ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് എന്ത് പണിയും, നമ്മൾ ഇങ്ങനെ ഒരു വര വരും. ഓക്കെ, അപ്പൊ നോർമലായിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണിയും, ഈ വീനൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാൻ പറ്റും. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതേ പോർഷൻ നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു വീ നെക്കിന്റെ പോർഷൻ കിട്ടുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ ഈ വീനക്ക് ഇതിൽ വെച്ചിട്ട് ഇത് കറക്റ്റ് അളവ് കിട്ടും. ഇത് കണ്ടില്ലേ, കറക്റ്റ് അളവ് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് അകത്തോട്ട് മറിച്ചിട്ട് നോർമൽ വീനക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പണി ചെയ്യാൻ പറ്റും, ഒരു നോർമൽ ലെവലുള്ള ഒരു കുറഞ്ഞ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറഞ്ഞ ക്ലോത്ത് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലത്തെ വീനക്ക് ടോപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു 150 രൂപ 200 രൂപ 100 രൂപക്കൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഇങ്ങനത്തെ വീനക്ക് ടോപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് പണിയാണെന്ന് വെച്ചാൽ ഇത് ഒരു അയൺ ചെയ്തിട്ട് വീനക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്യാൻവാസ് ഉണ്ടല്ലോ, ഇത് മൈക്രോഡോട്ട് ക്യാൻവാസ് ആണ്. മൈക്രോഡോട്ട് അതായത് കുഴയുന്ന ഒരു തരം ക്യാൻവാസ് ആണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പേപ്പർ ക്യാൻവാസ് ഉണ്ട്, അത് വാങ്ങാൻ പാടില്ല. ഈ മൈക്രോഡോട്ട് ക്യാൻവാസിൽ നമുക്ക് എന്ത് പണി ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഇവിടെ കറക്റ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴത് കിട്ടുള്ളൂ. സാധാരണ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരില്ല. എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത പീസ് പൊട്ടി ഫ്യൂസിങ് ചെയ്താണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഈ ഭാഗം ഒപ്പായിരിക്കണം. ഇങ്ങനെ ഒപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ കറക്റ്റ് ഇത് കിട്ടുള്ളൂ, ഈ വൈഡ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതല്ല പിന്നെ എന്തെങ്കിലും വീഡിയോ കൊണ്ട് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റ് കഴിയില്ല. ഇപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് പണിയാൻ പറ്റും, ഇത് നമ്മൾ ഈ പോർഷന് വെട്ടാതെയും ചെയ്യാൻ പറ്റും. പ്ലെയിനിൽ നമുക്ക്
ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മളൊരു ക്ലോത്തിൽ ഇതേമാതിരി ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ വെട്ടിയിട്ട് ഇതേമാതിരി ക്യാൻവാസ്, നൈസ് ക്യാൻവാസ്, അത് മൈക്രോഡോട്ട് എന്നാ പറയാം, മൈക്രോഡോട്ട് ക്യാൻവാസ് വാങ്ങിക്കുക, അത് ഇതുപോലെ ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് പണി ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം മെഷീനെ ഒന്ന് മെല്ലെ ചെക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റിച്ചൊക്കെ ഒന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇതാ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്ത് പണിയുക, സ്റ്റിച്ച് ചെയ്യുക. ഈ പോയിന്റ് എപ്പോഴേ കറക്റ്റായിട്ട് വരണം കേട്ടോ. ഇവിടെയാണ് എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക്. ഈ വീനൊക്കെ അടിക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക് ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എന്ന് മെഷീനിൽ കയ്യായിട്ട് തിരിച്ചിട്ടെങ്കിലും ഒപ്പാക്കിയാൽ മതി. ആദ്യത്തെ സ്റ്റേജിൽ എക്സ്പീരിയൻസ് അവിടെ വരിക, മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓക്കെ, ഒപ്പം വെച്ച് അടിക്കണം. ഇത് നിങ്ങൾ ഏറ്റവും അടിക്കാൻ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ സ്റ്റിച്ചിങ് ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് നമുക്ക് ഇവിടെ ഈ പോയിന്റ് വരെ ഒന്ന് കറക്റ്റ് വെട്ടി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇത് ശരിക്കും മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ ലോ റേഞ്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ സ്റ്റിച്ച് ഒഴിവാക്കാം, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ നല്ല പോയിന്റ് ഈ മെഷീനിൽ ഏറ്റവും കൂടുതൽ സ്ലോവിൽ അടിക്കാൻ പഠിക്കും. മെഷീനിന് പിടുത്തം പോക്ക് പോകും. അപ്പോൾ നമ്മൾ സ്ലോവിൽ നമ്മളെ കൺട്രോളിംഗ് മെഷീനെ വരുത്താം. ഈ തുമ്പ് ഇങ്ങോട്ടാണ് ആക്കേണ്ടത്. ഇത് അടിക്കുമ്പോൾ ഈ തുമ്പ് ഇങ്ങോട്ടാണ് ആക്കേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ ഇപ്പൊ ഈ സ്റ്റിച്ചിങ് നമ്മൾ കഴിച്ചു. ഓക്കെ, അപ്പൊ ഇനി ഇത് മറിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വീനക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. വേറെ ഒരു ഇതില്ലാതെ നല്ല ഇതിന് മൂല കടികൾ നല്ല ക്ലാരിറ്റി. ഞാൻ പയണിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഒറിജിനലായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഫിനിഷ് നോക്കാൻ നിങ്ങൾ ഇതുപോലെ കിട്ടണം. എന്നിട്ട് എന്ത് പണിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടാം. ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് ഇനി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരേ അളവിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ എപ്പോഴും ഈ ഒരു കൈ കൊണ്ട് ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ ബാക്കിൽ ഈ കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ നല്ല വൃത്തിയിൽ കിട്ടും. ചുളിയാൻ അയക്കരുത്, കാരണം ഇത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം ഈ പോയിന്റ് പിടിച്ച് അടിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തായാലും ചുളി വരാൻ സാധ്യത. നല്ല സ്റ്റിച്ച് ചെയ്താൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഡ്രസ്സിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ വർക്ക്. ഇത് ഒരിക്കലും ശരിയാനോ ചുളിയാനൊന്നും പാടില്ല. വീനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഇത് ഒരേ ലെവലിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മാർക്കും ചെയ്തിട്ടില്ല, നിങ്ങൾ മാർക്കൊക്കെ ചെയ്ത് അടിക്കുകയാണ് നല്ലത്. എന്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്ന് അയൺ ചെയ്ത് ഞാൻ ചുളിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു വീനൊക്കെ നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കട്ടിയതാ വേണ്ട. ഇതുപോലെ നമുക്കൊരു വീനക്ക് ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു വീനക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ, ഇനി ഇതിന്റെ പല രീതികളുണ്ട്, ഒരുപാട് മോഡലുണ്ട്. വീനക്കിൽ തന്നെ ഒരുപാട് മോഡലുണ്ട്. നമുക്ക് 1 by 1 ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഓരോ വീനക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ നമ്മൾ എന്താ പറയാ, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഇത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഇത് മാത്രമേ നമുക്ക് കുറച്ച് നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇപ്പൊ ഒരു പാർട്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. വീനക്ക് തന്നെ ഒരുപാട് മോഡലുണ്ട്. അതുപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങളെ പഠിപ്പിക്കാണ്ട് ഒരുപാട്. ഇപ്പൊ ഈ കോളർ, ഈ ചൈനീസ് കോളർ, അതേപോലെ ചൈനീസ് നെക്കുകള്, അതേമാതിരി ഹാഫ് മാറ്, സൈഡ് പോക്കറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യണം, ഇങ്ങനെ വേണ്ട ഒരുപാട് സെക്ഷൻ നിങ്ങളെ പഠിപ്പിക്കാണ്ട്. നിങ്ങൾ പെട്ടെന്ന് പഠിക്കേണ്ട എന്താന്ന് വെച്ചാല് സ്റ്റിച്ചിങ്. ഒരു മടക്കിത ഇതുപോലത്തെ ഒരു ക്ലോത്ത് മടക്കി അടിക്കാൻ, ഇങ്ങനെ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്യാൻ, നല്ല വൃത്തിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ പഠനം. ഇത് ചില ടൂൾസുകൾ ഫോൾഡറിലൊക്കെ ഉണ്ട്. അതേമാതിരി ചില ബൂട്ടുകളൊക്കെ ഉണ്ട്.
ഈ ബൂട്ടുകള്, ഫോൾഡറുകൾ ഇതൊക്കെ നിങ്ങൾ വാങ്ങണം. ഇതൊക്കെ 50 റുപ്യ 100 റുപ്യൊക്കെ റേറ്റ് ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചാലേ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ ക്ലിയർ ആക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ നിർത്തുള്ളൂ. കാരണം ഒരുപാട് ഇതിൽ പഠിക്കാണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള ആളുകൾ, നിങ്ങൾക്ക് പിന്നെന്താ പറയാ, ഒരുപാട് ആളുകൾ പഠിക്കണം താല്പര്യമുള്ളവരാണ്. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു. അപ്പൊ പഠിക്കണം താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു അവസരമാണ്. നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഇപ്പൊ തന്നെ നമുക്ക് 700 സബ്സ്ക്രൈബ് ആയി ഇല്ലടാ. 700ഓളം സബ്സ്ക്രൈബ് ആയി നമുക്ക്. അപ്പോ പിന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതുകൊണ്ട് വളരെ സന്തോഷം. നിങ്ങളെ പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങളെ പിന്നെ ഈ കോഴ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ കൊണ്ട് വേണ്ട, എനിക്കറിയുന്നതെല്ലാം, ഞാൻ 10 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും പല എന്താ പറയാ അറിവുകളും കാര്യങ്ങളും, നമ്മൾ ഒരു ബട്ടൺസ് ഹോൾസ് തുന്നി വന്നതാണ്, മനസ്സിലായോ? അല്ലാതെ വെറും ഈ പ്രൊഡക്ഷൻ കണ്ട് കയറി വന്നൊന്നല്ല. നമ്മൾ ആദ്യത്തെ പണി ബട്ടൺസ് ഹോൾസും തരാം. ഈ ബട്ടൺസ് ഒന്നും ആദ്യം മെഷീനില്ല, ഞങ്ങൾ തുന്നലായിരുന്നു. ഈ ബട്ടൺസ് ഹോൾസ് ഈ ഹോൾസ് ഒക്കെ തുന്നലായിരുന്നു. ഈ ഹെമ്മിങ് വരെ ഈ ഹെമ്മിങ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചു വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.